അതുകൊണ്ട് നമുക്ക് നിലനിൽപ്പ് വേണോ? വീട്ടിൽ ഖുർആനോത്ത് തുടങ്ങണം. നമ്മളൊക്കെ വീടുകളിൽ ഖുർആൻ പാരായണം ചെയ്യണം. മുമ്പൊക്കെ മൊല്ലമാരെ വെച്ച് നെല്ല് കൊടുത്തിട്ട് ഖുർആൻ ഓതിപ്പിക്കുമായിരുന്നു. അന്നത്തെ കാരണന്മാർക്ക് അതൊക്കെ നിർബന്ധമായിരുന്നു. 1/4 ജുസ്, അര ജുസ്, 1 ജുസ് ഒക്കെ പതിവായി വീടുകളിൽ ഖുർആൻ ഓതാൻ ഓത്തറിയുന്നവരെ വിളിച്ച് കൊയ്ത്തുണ്ടാകുമ്പോൾ അവർക്ക് നെല്ല് കൊടുക്കും. ഇവിടെ കണ്ടതിൽ പഴയ കാലത്ത് നെല്ലും അരിയൊക്കെ കൊടുത്തിട്ട് ഖുർആൻ ഓതിപ്പിക്കുന്ന. അപ്പം ആ ഓത്തൊന്നും ഇപ്പം ഇല്ല. എല്ലാവരും ഒന്ന് മുസാഫ് എടുക്കുക, ഖുർആൻ നല്ല ഓതണം. ഖുർആൻ എത്രമാത്രം ഓതുന്നുവോ അത്രയും അല്ലാഹ് നമുക്ക് ഹിർസും ഹിഫ്ളും തരും. ഒരു സംശയമില്ല. എല്ലാ ടെൻഷനും അല്ലാഹ് ഒഴിവാക്കും. അതിനുള്ളതൊക്കെ ഖുർആനിലുണ്ട്. വെള്ളിയാഴ്ച ഓതുന്ന അൽ കഹ്ഫ് സൂറത്ത് ക്യാൻസർ വരാതിരിക്കാൻ ഏറ്റവും പതിവാക്കേണ്ട സൂറത്താണ് അൽ കഹ്ഫ് സൂറത്ത്. അൽ കഹ്ഫിലെ ആദ്യത്തെ 10 ആയത്തുകൾ അത് പതിവാക്കുന്നവൻ്റെ ഈമാനിന് കേടുള്ള ഒരു ഫിത്നക്കാരൻ്റെ ഫിത്നയും ഇവിടെ ഉണ്ടാവില്ല. ആദ്യത്തെ 10 ആയത്ത് പതിവാക്കിയാൽ, അൽ കഹ്ഫിലെ ആദ്യത്തെ 10 ആയത്ത് പതിവാക്കി ഓതണം. ഒരുപാട് സ്വഹിയായ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട ഒരു അമലാണത്. അതിനെക്കുറിച്ച് ആർക്കും ധാരണ കുറവാണ്. ആയത്തെ കുറിച്ച് ഓതും, ഫാത്തിഹ ഓതും, ഒക്കെ ഓതും. അൽ കഹ്ഫിലെ ആദ്യത്തെ 10 ആയത്തുകൾ വളരെ ഓതേണ്ട ആയത്താണ്. ഒരു ഷർറും നമുക്ക് കേൾക്കൂല ആ 10 ആയത്ത് പതിവാക്കിയാൽ. റബ്ബന ആതിനാ മിൻ ലദുൻക റഹ്മതൻ വഹയ്യിഇ ലനാ മിൻ അംരിനാ റഷദാ. അതുവരെ എല്ലാവർക്കും അറിയാം. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജാ ഖയ്യിമൻ ലിയുൻദിറ ബഅസൻ ശദീദൻ മിൻ ലദുൻഹു വയുബശ്ശിറൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്സാലിഹാത്തി അന്ന ലഹും അജ്റൻ ഹസനാ മാകിസീന ഫീഹി അബദാ വയുൻദിറ അല്ലദീന ഖാലൂ ഇത്തഖദല്ലാഹു വലദാ മാ ലഹും ബിഹി മിൻ ഇൽമിൻ വലാ ലിആബാഇഹിം കബറത് കലിമതൻ തഖ്റുജു മിൻ അഫ്വാഹിഹിം ഇൻ യഖൂലൂന ഇല്ലാ കദിബാ ഫലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആസാരിഹിം ഇല്ലം യുഅ്മിനൂ ബിഹാദൽ ഹദീസി അസഫാ ഇന്നാ ജഅൽനാ മഅലൽ അർളി സീനത്തൻ ലഹാ ലിനബ്ലുവകും അയ്യുഹും അഹ്സനു അമലാ وإنا لجاعلون ما عليها صعيدا جرزا أما حسبت أن أصحاب الكهف والرقيم كانوا من آياتنا عجبا إذ أوى الفتية إلى الكهف فقالوا ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا. അൽ-കഹ്ഫിലെ 7 ഔലിയാക്കൾ വലിയ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ കാരണമായ ദിക്റാണ് റബ്ബന ആതിനാ മിൻ ലദുൻക റഹ്മതൻ വഹയ്യിഇ ലനാ മിൻ അംരിനാ റഷദാ. ഈ 10 ആയത്ത് നമ്മൾ പതിവാക്കിയാൽ ഒരു പൈശാചികതയും ഒരു ഷർറും നമുക്ക് വരൂല. ഹബീബ് മുത്ത് മുഹമ്മദ് മുസ്തഫ. പക്ഷെ ആർക്കപ്പം അങ്ങനെ വേണ്ടത്? പേടിച്ചിരുന്നോളി. നേരം പൊളുക്കുമ്പോൾ ചൂരൽമല ഉണ്ടായില്ല. ഉണ്ടാക്കി വെച്ച നിയമത്തും ഇല്ല, ആളുമില്ല, മനുഷ്യനും ഇല്ല, ഒന്നുമില്ല. അതുകൊണ്ട് ചൂരൽമല മാത്രം പൊട്ടുള്ളൂ എന്നൊന്നും വിചാരിച്ചിരിക്കണ്ട. പറപ്പൂത്തടും പൊട്ടും, എൻ്റെ ആറ്റുപുറവും പൊട്ടും. ഇത് പൊട്ടാനൊന്നും വലിയ സമയമൊന്നും വേണ്ട. അതുകൊണ്ട് ഓതണം അൽ കഹ്ഫ് സൂറത്തിൻ്റെ ആദ്യത്തെ 10 ആയത്തുകൾ. സർവ്വ വിഷമങ്ങളിൽ നിന്ന് നമുക്ക് ഹിർസ് കിട്ടും, ഹിഫ്ള് കിട്ടും. അല്ലാഹു നമുക്ക് സലാമത്ത് തരട്ടെ, രക്ഷ നൽകട്ടെ.